എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ, അപർണ മാതാജി ആൻഡ് പിന്റു പ്രഭുജി. ഹരേ കൃഷ്ണ, കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ, ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ, ശോഭന മാതാജി. ഹരേ കൃഷ്ണ, സബിത മാതാജി. എല്ലാവർക്കും ഹരേ ഒരിക്കൽ കൃഷ്ണ. കൂടെ സ്വാഗതം. ഹരേ കൃഷ്ണ. ഉം, ഇന്ന് നമ്മുടെ അപർണ മാതാജിയുടെ പിറന്നാളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ മാതാജിക്ക് അർപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മാതാജിക്കും പ്രഭുവിനും അതുപോലെ തന്നെ ഒരുപാട് നാള് അവർക്ക് കൃഷ്ണാബോധത്തില് ഭഗവാനെ സെർവ് ചെയ്യാനും അതുപോലെ തന്നെ കൃഷ്ണഭക്തിയിൽ അവര് എന്താണ് ആ ആനന്ദ രസത്തിൽ ആറാടി അവർക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനും ഒരുപാട് അനുഗ്രഹം ഉണ്ടാകാനായിട്ട് നിങ്ങൾ എല്ലാവരും ഹൃദയം കൊണ്ട് 3 തവണ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഹരേ 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 ഹരേ. ഹരേ രാമ ഹരേ ഹരേ രാമ രാമ. രാമ ഹരേ രാമ രാമ. ഹരേ രാമ ഹരേ രാമ. ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ 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 കൃഷ്ണ. ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ. ഹരേ രാമ ഹരേ രാമ. ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ 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 രാമ. രാമ ഹരേ രാമ ഹരേ രാമ രാമ. രാമ ഹരേ ഹരേ രാമ. ഹരേ. ഹരേ മാതാജി, അപ്പം നമ്മള് കൃഷ്ണാബോധത്തിൽ നമ്മൾ പറയുമ്പം നമ്മള് ബർത്ത്ഡേ അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭൗതികമാണ്. അല്ലെ? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് അത് സ്പിരിച്വൽ ആയി മാറി. അതെല്ലാം നമ്മൾ ഏത് സെലിബ്രേഷനെ, നമ്മളുടെ ഏത് ജോലി ചെയ്യുന്ന ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നോ അല്ലാത്ത ഏത് പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഭഗവാനെ മിഡിലിൽ നിർത്തി, മീഡിയേറ്റർ ആയിട്ട് നിർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയൊക്കെ നമ്മള് സത്സംഗത്തിലൊക്കെ തന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓഫർ ചെയ്തിട്ട്, ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് ഭഗവാന്റെ നാമം ചൊല്ലിയുള്ള ഇതൊക്കെയാണ് ചെല്ലുന്നത്. ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെല്ലുന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, ആത്മീയമായി സ്പിരിച്വൽ ആണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മെറ്റീരിയൽ ആണ്. അപ്പൊ മെറ്റീരിയലിലുള്ള പ്രത്യേകത എന്താണ്? അത് ശാശ്വതമാണ്, ടെമ്പററി ആണ് അല്ലെ? എല്ലാം അത് നിലനിൽക്കുന്നതല്ല. നമുക്കൊരു സന്തോഷം ഉണ്ടാവുമായിരിക്കും ചെറിയ സമയം അല്ലെ? വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് സന്തോഷം എന്ന് പറയുന്നത്. അതിപ്പോ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ? ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇറങ്ങുമ്പം എന്താണ് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും ഒരു കുറച്ച് സമയം. അത് കഴിയുമ്പോഴത്തേനും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അത് അപ്പാടെ അങ്ങ് പോയി. അതാണ് വളരെ ഭൗതികമാണ്. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് അത് ഹൃദയത്തിനുണ്ടാകുന്നതാണ്, സ്പിരിച്വൽ ആണ്, റിലേറ്റഡ് ടു കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാനന്ദ സ്വരൂപനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ, നമുക്ക് ആകെപ്പാടെ റിലേഷൻ ഉള്ളത് ഭഗവാനുമായിട്ടാണ്. കാര്യം നമ്മളുടെ പരമാത്മാവ് ഭഗവാനാണ്. മറ്റു ദേവീദേവന്മാർക്ക് ഒന്നും തന്നെ നമ്മളോട് യാതൊരു റിലേഷനും ഇല്ല. നമ്മളുടെ സോള് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൃഷ്ണനുമായിട്ട് മാത്രമാണ്. നമ്മുടെ സൂപ്പർ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് പരമാത്മാവായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് മാത്രമാണ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അദ്ദേഹം സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷമല്ല, ആനന്ദമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ എല്ലാവരും ഫീഡ് ചെയ്യുന്ന, ആരെയാണ് ഫീഡ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെയാണ് അല്ലെ? പെയിന്റ് അടിക്കുക, ഇത് ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത് എന്താണ്? ശരീരത്തെയാണ്. അപ്പൊ ആത്മാവിനെ നമ്മൾ എത്ര പേര് പെയിന്റ് അടിക്കാൻ ശ്രമിക്കാറുണ്ട്? സോളിന് വേണ്ടിയിട്ട് എത്ര പേര് ഫുഡ് കൂടും? നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് മുഴുവൻ. അപ്പൊ സോളിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതിലെ ഒന്ന്. മറ്റു പല കാര്യങ്ങളുണ്ട്, അതിലെ മെയിൻ ആയിട്ട് നമ്മൾ സോളിന് കൊടുക്കുന്ന ഫുഡാണ്, സോളിനെ ഫീഡ് ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമ്മളുടെ ജീവിതമെല്ലാം ധന്യമാകും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഓരോ ബർത്ത്ഡേ നമുക്ക് തരുന്നത് അല്ലെ? കാര്യം നമ്മള് ഭഗവാന്റെ അടുക്കൽ നിന്ന് പോന്നിട്ട് നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം അല്ലെ? നമ്മൾ എവിടെ വെച്ചിട്ട്, അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് ഭഗവാനോടൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ പ്രതിജ്ഞ എന്തായിരുന്നു? എന്നെ എങ്ങനെയെങ്കിലും പോകാനായിട്ടൊന്ന് അനുവദിക്കണം. വിൽ യു പ്ലീസ് അലോ മീ ടു ഗോ, സോ ഐ വിൽ ഗ്ലോറിഫൈ യുവർ നെയിം ആൻഡ് ഐ വിൽ റിമെമ്പർ യുവർ പാസ്റ്റ് ടൈംസ് ആൻഡ് ഐ വിൽ കം ബാക്ക് ടു യു ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട്
ഭഗവാൻ മെർസി തോന്നിയിട്ട് നമ്മളെ അലൗ ചെയ്യുവാണ് അല്ലെ. ആ ദുരിതത്തിൽ നിന്ന്, അത്ര ദുരിതമാണ് അമ്മയുടെ വയറ്റിൽ കിടന്ന ഒരു കുട്ടി അനുഭവിക്കുന്നത്, തലകീഴായിട്ട് കിടന്നത് അല്ലെ. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ മായയുടെ അടുത്തേക്ക് വന്നപ്പോൾ മായ എല്ലാം മറച്ചു കളഞ്ഞു. വി ആർ ടോട്ടലി ബ്ലാങ്ക്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളെ റീകണക്ട് ചെയ്യാനായിട്ട് ഭഗവാനായിട്ട് എന്ത് ചെയ്യും? ഒരു സത്സംഗമോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ഡിവോട്ടീസിനെ ആരെങ്കിലും ഭഗവാനായിട്ട് മുന്നിൽ കൊണ്ടിട്ട് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നമ്മളുടെ വിധിയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന്, അപ്പം ഇത്രയും നാള് കഴിഞ്ഞു, ഞാൻ ഇപ്പോഴാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ഐ ഹാവ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്. സോ ഒട്ടും ലേറ്റ് ചെയ്തില്ല. കാര്യം എന്റെ സമയം അങ്ങോട്ടേക്ക് പോകും തോറും ഒരു വർഷം കൂടെ കഴിഞ്ഞു അല്ലെ. എന്റെ ആയുസ് എന്ന് പറയുന്നത് ഓൾറെഡി എത്രയാ നിശ്ചയിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ ആയുസിലേക്കുള്ള ദൂരം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എനിക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് അല്ലെ. ഞാൻ ഇതുവരെ എല്ലാം മറന്നു, എനിക്ക് അറിയില്ലായിരുന്നു, മായ എന്നെ മറച്ചു കളഞ്ഞു. ഇപ്പോൾ എനിക്ക് ഈ നോളേജ് കിട്ടി, അതുകൊണ്ട് എന്റെ റെസ്പോൺസിബിലിറ്റി ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും സമയം പാഴാക്കാതെ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, ആ ഭഗവാനോടും ഭഗവാന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ ഏറ്റെടുക്കുകയാണെന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം പൂർണ്ണമായിട്ടും സക്സസ് ആയിരിക്കും. അതിന് യാതൊരു സംശയവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ നമ്മൾ ഒന്നാമത്തെ കാണ്ഡവിലെ 3-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരുന്നു. അതിന് കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്ന അത് കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മള് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ പ്രശ്നോത്തരി ഇടാറുണ്ട്. മാതാജിക്കും പ്രഭുവിനും ചിലപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടാകും. പക്ഷെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാവരും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ ഈ സിംഗിൾ ഇതാ ഒഴിവാക്കിയിട്ട് 4 ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. ആ ചോയ്സിൽ സെലക്ട് ചെയ്യാൻ. നിങ്ങൾ അതിന്റെ ഒരു എക്സാം ആണെന്നോ സ്കൂളിൽ പഠിച്ച ആ രീതിയൊക്കെ മറന്നു കളഞ്ഞേക്ക് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഒരു സർവീസ് ചെയ്യുന്നതെന്ന് മാത്രം വിചാരിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതുക. 4 എണ്ണത്തിൽ ശരിയായിട്ടുള്ളതിന്റെ ആൻസർ മാത്രം എഴുതി വെക്കുക. ആൻസറിന്റെ ആ നമ്പർ ഇട്ടാൽ മതി, A, B or C or D. 4 ഓപ്ഷൻസ് ആർ അവൈലബിൾ. So I will read the question. I will share you also in the screen. You just start writing which is the correct answer. Okay? അത് മാത്രം വിചാരിച്ചാൽ മതി. എക്സാം പാസ്സായോ നാണക്കേടായെന്നോ. സോ ഡോണ്ട് തിങ്ക് മച്ച് അബൌട്ട് ഇറ്റ്. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഫാസ്റ്റിൽ പോണം, എന്നാലേ നമുക്ക് 1 മണിക്കൂർ സമയം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. ശോഭന മാതാജിയും ഡോണ്ട് വറി. ശോഭന മാതാജി, കാര്യം മാതാജി ക്ലാസ് ഒക്കെ ഞാൻ ഇന്നാണ് കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രശ്നോത്തരിയാന്ന്. പക്ഷെ ഇടയ്ക്ക് ഞാൻ അറിയിക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ ഇന്നാണ് അറിയിച്ചത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും. ചിലപ്പോൾ ഒരു വർഷം എല്ലാവരും ചിലപ്പോൾ മറന്നുപോയി കാണും. സവിതാ മാതാജിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇന്ന് പ്രശ്നോത്തരിയാണെന്ന്. പ്രഭു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അത് വേറെ കാര്യം, പഠിച്ചത് ഓർമ്മ നിൽക്കാതെ വേറെ കാര്യം അല്ല. പ്രശ്നോത്തരി ആണെന്നുള്ളത് അറിയാമായിരുന്നല്ലോ. അതാണ് എന്റെ വറി. ഞാൻ നേരത്തെ അറിയാമായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഉത്തമഭക്തി മാതാജി എഴുതുന്നുണ്ടോ അതോ മാതാജിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന കാരണം മാതാജി എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഹരേ കൃഷ്ണ. ഉത്തമഭക്തി മാതാജി എഴുതുന്നുണ്ടോ? ഒരു പേപ്പർ എടുത്തോളൂ. എല്ലാം അറിയാവുന്നത് കൊണ്ട് മാതാജി എഴുതുന്നില്ല. ഓക്കെ ഓക്കെ, സോറി മാതാജി. ഹരിബോൾ ഹരിബോൾ. സാരമില്ല, 4 ഓപ്ഷൻ ഉണ്ട്. മാതാജി കറക്കി കുത്തിക്കോ. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ശ്രീമദ് ഭാഗവതം പ്രശ്നോത്തരി 3, സ്കന്ധം 1, അധ്യായം 3. ഒന്നാമത്തെ ചോദ്യം, ശ്രീമദ് ഭാഗവതം 1.3 1.3 അധ്യായം പ്രധാനമായി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? A, സൃഷ്ടിയുടെ വിവരണം. B, വിഷ്ണുവിന്റെ അവതാരങ്ങൾ. C, ധർമ്മശാസ്ത്രം. D, യോഗശാസ്ത്രം. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരത്തിന്റെ ആ ഒരു ഇത് മാത്രം A ആണോ B ആണോ C ആണോ D ആണോ എന്ന് മാത്രം മാർക്ക് ചെയ്യാം. ഒന്നുകൂടെ ചോദ്യം വായിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം 1.3
അധ്യായം പ്രധാനമായി എന്തിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്? എ. സൃഷ്ടിയുടെ വിവരണം, ബി. വിഷ്ണുവിന്റെ അവതാരങ്ങൾ, സി. ധർമ്മശാസ്ത്രം, ഡി. യോഗമാർഗം. ശരിയായിട്ടുള്ള ഉത്തരം മാത്രം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഈ അധ്യായത്തിൽ പരമപുരുഷൻ ആരായി വിവരണം ചെയ്യപ്പെടുന്നു? എ. ശിവൻ, ബി. ബ്രഹ്മാവ്, സി. വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ, ഡി. ഇന്ദ്രൻ. ഈ അധ്യായത്തിൽ പരമപുരുഷൻ ആരായി വിവരണം ചെയ്യപ്പെടുന്നു? എ. ശിവൻ, ബി. ബ്രഹ്മാവ്, സി. വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ, ഡി. ഇന്ദ്രൻ. മൂന്നാമത്തെ ചോദ്യം, അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? എ. ലോകസൃഷ്ടി, ബി. ധനം സമ്പാദിക്കൽ, സി. ധർമ്മ സംസ്ഥാപനം, ഡി. വിനോദം. അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? എ. ലോകസൃഷ്ടി, ബി. ധനം സമ്പാദിക്കൽ, സി. ധർമ്മ സംസ്ഥാപനം, ഡി. വിനോദം. നാല്, അവതാരം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? എ. ഉയർച്ച, ബി. താഴെ ഇറങ്ങുക, സി. സൃഷ്ടി, ഡി. നാശം. അവതാരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എ. ഉയർച്ച, ബി. താഴെ ഇറങ്ങുക, സി. സൃഷ്ടി, ഡി. നാശം. അഞ്ച്, കപിലദേവൻ ഏത് തത്വം ഉപദേശിച്ചു? എ. ഭക്തി, ബി. സാഖ്യ, സി. യോഗ, ഡി. കർമ്മ. കപിലദേവൻ ഏത് തത്വം ഉപദേശിച്ചു? എ. ഭക്തി, ബി. സാഖ്യ, സി. യോഗ, ഡി. കർമ്മ. ആറ്, വരാഹ അവതാരത്തിന്റെ പ്രധാന പ്രവൃത്തി എന്തായിരുന്നു? എ. അസുരന്മാരെ കൊല്ലൽ, ബി. ഭൂമിയെ രക്ഷിക്കൽ, സി. യാഗം നടത്തൽ, ഡി. വേദങ്ങൾ പഠിപ്പിക്കൽ. ആറാമത്തെ ചോദ്യം ഒന്നുകൂടെ, വരാഹ അവതാരത്തിന്റെ പ്രധാന പ്രവൃത്തി എന്തായിരുന്നു? എ. അസുരന്മാരെ കൊല്ലൽ, ബി. ഭൂമിയെ രക്ഷിക്കൽ, സി. യാഗം നടത്തൽ, ഡി. വേദങ്ങൾ പഠിപ്പിക്കൽ. 7, നരസിംഹ അവതാരം ആരെ രക്ഷിക്കാൻ വന്നതാണ്? എ. ധ്രുവൻ, ബി. പ്രഹ്ലാദൻ, സി. അർജുനൻ, ഡി. ബാലി. 7, നരസിംഹ അവതാരം ആരെ രക്ഷിക്കാൻ വന്നതാണ്? എ. ധ്രുവൻ, ബി. പ്രഹ്ലാദൻ, സി. അർജുനൻ, ഡി. ബാലി. 8, വാമന അവതാരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ത്? എ. രാക്ഷസന്മാരെ കൊല്ലൽ, ബി. ബാലിയെ അനുഗ്രഹിക്കൽ, സി. ഭൂമിയെ രക്ഷിക്കൽ, ഡി. വേദ സംരക്ഷണം. വാമന അവതാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? എ. രാക്ഷസന്മാരെ കൊല്ലൽ, ബി. ബലിയാണ്, ബാലിയല്ല കേട്ടോ, ബലിയെ അനുഗ്രഹിക്കൽ, സി. ഭൂമി രക്ഷിക്കൽ, ഡി. വേദ സംരക്ഷണം. ആ ബി എന്ന് പറഞ്ഞാൽ ബാലിയല്ല, ബലിയാണ്, അതൊന്ന് ഓർത്തോണം കേട്ടോ, ബലി. 9, അത് സംശയം വന്നത് പ്രഭു, സംശയം വന്നത് അങ്ങനെ ബാലിയെന്ന്. ബാലിയല്ല, ബലിയാണ് കേട്ടോ, ബലി. 9, ഭഗവാൻ കൃഷ്ണനെ എന്തായി ഈ അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നു? എ. അവതാരങ്ങളിൽ ഒരാൾ, ബി. അവതാരങ്ങളുടെ ഉറവിടം, സി. ദേവൻ, ഡി. മനുഷ്യൻ. 9ാമത്തെ ചോദ്യം വീണ്ടും, ഭഗവാൻ കൃഷ്ണനെ എന്തായി ഈ അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നു? എ. അവതാരങ്ങളിൽ ഒരാൾ, ബി. അവതാരങ്ങളുടെ ഉറവിടം, സി. ദേവൻ, ഡി. മനുഷ്യൻ. 10ാമത്തെ ചോദ്യം,
അവതാരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എ സ്വയം, ബി പ്രകൃതി, സി പരമാത്മാവിൽ നിന്ന്, ഡി മനുഷ്യരിൽ നിന്ന്. 10ാമത്തെ ചോദ്യം വീണ്ടും. അവതാരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എ സ്വയം വരുന്നതാണ്, ബി പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്, സി പരമാത്മാവിൽ നിന്ന് വരുന്നതാണ്, ഡി മനുഷ്യരിൽ നിന്ന് വരുന്നതാണ്. 11ാമത്തെ ചോദ്യം. മത്സ്യാവതാരം എന്തിനെ രക്ഷിച്ചു? എ വേദങ്ങളെ രക്ഷിച്ചു, ബി ഭൂമിയെ രക്ഷിച്ചു, സി മനുഷ്യരെ രക്ഷിച്ചു, ഡി ദേവന്മാരെ രക്ഷിച്ചു. മത്സ്യാവതാരം ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരമായിരുന്നു? എ വേദങ്ങളെ, ബി ഭൂമിയെ, സി മനുഷ്യരെ, ഡി ദേവന്മാരെ. 12 കൂർമ്മ അവതാരത്തിന്റെ പ്രധാന പങ്ക് അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരുന്നു? എ സമുദ്രമഥനം സഹായിക്കൽ, ബി അസുരന്മാരെ നശിപ്പിക്കൽ, സി വേദങ്ങൾ നൽകൽ, ഡി യുദ്ധം. കൂർമ്മ അവതാരത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്തായിരുന്നു? എ സമുദ്രമഥനം സഹായിക്കൽ, ബി അസുരന്മാരെ നശിപ്പിക്കൽ, സി വേദങ്ങൾ നൽകൽ, ഡി യുദ്ധം. 13ാമത്തെ ചോദ്യം. പരശുരാമൻ എന്തിനാണ് പ്രശസ്തൻ? എ ഭക്തി, ബി ക്ഷത്രിയരെ നശിപ്പിക്കൽ, സി യോഗം, ഡി ധ്യാനം. 13 പരശുരാമൻ എന്തിനാണ് പ്രശസ്തൻ? എ ഭക്തി, ബി ക്ഷത്രിയന്മാരെ നശിപ്പിക്കൽ, സി യോഗം, ഡി ധ്യാനം. 14 രാമാവതാരം എന്തിന്റെ പ്രതീകമാണ്? എ ധർമ്മം, ബി അധർമ്മം, സി കർമ്മം, ഡി മോഹം. രാമാവതാരം എന്തിന്റെ പ്രതീകമാണ്? എ ധർമ്മം, ബി അധർമ്മം, സി കർമ്മം, ഡി മോഹം. 15ാമത്തെ ചോദ്യം. വ്യാസദേവന്റെ പ്രധാന പ്രവൃത്തി എന്ത്? എ യുദ്ധം, ബി വേദങ്ങൾ വിഭജിക്കൽ, സി രാജ്യഭരണം, ഡി ധനസമ്പാദിക്കൽ. വ്യാസദേവന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി താഴെ പറയുന്നവയിൽ ഏതാണ്? എ യുദ്ധം ചെയ്യുക, ബി വേദങ്ങൾ വിഭജിക്കൽ, സി രാജ്യഭരണം, ഡി ധനം സമ്പാദിക്കൽ. 16 ബുദ്ധാവതാരം എന്തിനാണ് വന്നത്? എ അഹിംസ ഉപദേശിക്കാൻ, ബി യുദ്ധം നടത്താൻ, സി ധനം നൽകാൻ, ഡി വേദം പഠിപ്പിക്കാൻ. ബുദ്ധാവതാരം എന്തിനാണ് വന്നത്? എ അഹിംസ ഉപദേശിക്കാൻ, ബി യുദ്ധം നടത്താൻ, സി ധനം നൽകാൻ, ഡി വേദം പഠിപ്പിക്കാൻ. 17 കൽക്കി അവതാരം എപ്പോഴാണ് വരുന്നത്? സത്യയുഗത്തിൽ, ബി ത്രേതായുഗത്തിൽ, സി ദ്വാപരയുഗത്തിൽ, ഡി കലിയുഗ അവസാനം. കൽക്കി അവതാരം എപ്പോഴാണ് വരുന്നത്? എ സത്യയുഗം, ബി ത്രേതായുഗം, സി ദ്വാപരയുഗം, ഡി കലിയുഗം അവസാനം, കലിയുഗ അവസാനം. 18 ഭഗവാന്റെ അവതാരങ്ങളുടെ എണ്ണം എത്രയാണ്? എ 10, ബി 24, സി അനന്തം, ഡി 12. ഭഗവാന്റെ അവതാരങ്ങൾ എത്രയാണ്? എ 10 അവതാരങ്ങൾ, ബി 24 അവതാരങ്ങൾ, സി അനന്തം, ഡി 12. 19 ഏതേ ചാംസ കലാപുംസ എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? എ കൃഷ്ണൻ അവതാരമാണ്, കൃഷ്ണനാണ് പരമപുരുഷൻ, സി ശിവനാണ് പരമൻ, ഡി ബ്രഹ്മാവ് സൃഷ്ടാവാണ്. 19ാമത്തെ ചോദ്യം. ഏതേ ചാംസ കലാപുംസ എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? എ കൃഷ്ണൻ അവതാരമാണ്, ബി കൃഷ്ണൻ പരമപുരുഷനാണ്, സി ശിവനാണ് പരമപുരുഷൻ, ഡി ബ്രഹ്മാവ് സൃഷ്ടാവാണ്. 20 അവതാരങ്ങൾ എന്തുപോലെയാണ്? എ നദികൾ പോലെ, ബി സമുദ്രം പോലെ,
ഡി ഒഴുകുന്ന ജലധാരകൾ പോലെ, ബി മലകൾ പോലെ. അവതാരങ്ങളെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ഭഗവാന്റെ അവതാരങ്ങളെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? എ നദികളോട്, ബി സമുദ്രത്തിനോട്, സി ഒഴുകുന്ന ജലധാരകളോട്, ഡി മലകളോട്. ഇരുപത്തിയൊന്ന്, ഭക്തിയുടെ പ്രാധാന്യം എന്താണ്? എ മോക്ഷം നൽകുന്നു, ബി ധനം നൽകുന്നു, സി പ്രശസ്തി നൽകുന്നു, ഡി ആരോഗ്യം നൽകുന്നു. ഭക്തിയുടെ പ്രാധാന്യം എന്താണ്? എ മോക്ഷം നൽകുന്നു, ബി ധനം നൽകുന്നു, സി പ്രശസ്തി നൽകുന്നു, ഡി ആരോഗ്യം നൽകുന്നു. ഇരുപത്തിരണ്ട്, ഭഗവാനെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? എ ജ്ഞാനം മാത്രം മതി, ബി കർമ്മം ചെയ്താൽ മതി, സി ഭക്തി ചെയ്താൽ മതി, ഡി ധനം സമ്പാദിച്ചാൽ മതി. അപ്പോൾ ഭഗവാനെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? ജ്ഞാനം, കർമ്മം, ഭക്തി, ധനം. ഇവയിലേതാണ്? 23, അവതാരങ്ങളുടെ പ്രവർത്തനം ആരുടെ നിയന്ത്രണത്തിലാണ്? എ മനുഷ്യന്മാരുടെ നിയന്ത്രണത്തിൽ, ബി ദേവന്മാരുടെ നിയന്ത്രണത്തിൽ, സി പരമേശ്വരന്റെ നിയന്ത്രണത്തിൽ, ഡി പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ. അവതാരങ്ങളുടെ പ്രവർത്തനം ആരുടെ നിയന്ത്രണത്തിലാണ്? എ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ, ബി ദേവന്മാരുടെ നിയന്ത്രണത്തിൽ, സി പരമേശ്വരന്റെ നിയന്ത്രണത്തിൽ, ഡി പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ. 24, ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാന ആശയം എന്താണ്? എ യുദ്ധം ചെയ്യുക, ബി ഭക്തിയും അവതാര തത്വവും ആണ്, സി ധനം സമ്പാദിക്കുക, ഡി രാഷ്ട്രീയം കളിക്കുക. ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? എ യുദ്ധം ചെയ്യുക, ബി ഭക്തിയും അവതാര തത്വവും, സി ധനം സമ്പാദിക്കുക, ഡി രാഷ്ട്രീയം. 25, ഭഗവാൻ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എ വിനോദം, ബി ഭക്തരെ രക്ഷിക്കാൻ, സി ധനം നൽകാൻ, ഡി ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാണ്? എ വിനോദം, ബി ഭക്തരെ രക്ഷിക്കാൻ, സി ധനം നൽകാൻ, ഡി ശിക്ഷിക്കാൻ വേണ്ടി മാത്രം. 26, നാരായണൻ ആരുടെ ഉറവിടമാണ്? എ ദേവന്മാരുടെ, ബി അവതാരങ്ങളുടെ, സി മനുഷ്യരുടെ, അല്ലെങ്കിൽ ഡി അസുരന്മാരുടെ. 26, നാരായണൻ ആരുടെ ഉറവിടമാണ്? എ ദേവന്മാരുടെ, ബി അവതാരങ്ങളുടെ, സി മനുഷ്യരുടെ, ഡി അസുരന്മാരുടെ. 27, അത് ശ്രദ്ധിച്ചെഴുതണം കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണം ഇത്ര എഴുതുമ്പോ. 27, അവതാരങ്ങൾ ഏത് രൂപങ്ങളിൽ വരുന്നു? എ മനുഷ്യൻ മാത്രം, ബി മൃഗം മാത്രം, സി വിവിധ രൂപങ്ങൾ, ഡി ദേവൻ മാത്രം. അവതാരങ്ങൾ ഏതൊക്കെ രൂപങ്ങളാണ് സ്വീകരിക്കുന്നത്? എ മനുഷ്യന്റെ മാത്രം, ബി മൃഗത്തിന്റെ മാത്രം, സി വിവിധ രൂപങ്ങളിൽ വരുന്നു, ഡി ദേവന്റെ രൂപത്തിൽ വരുന്നു. 28, അവതാരങ്ങൾ ലോകത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എ വിനോദം, ബി ധർമ്മ സംരക്ഷണം, സി ധനവിതരണം, ഡി യാത്ര. അവതാരങ്ങൾ ലോകത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും വിനോദമാണോ ചെയ്യുന്നത്, ധർമ്മം സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്, ധനം വിതരണം ചെയ്യുകയാണോ ചെയ്യുന്നത്, യാത്ര ചെയ്യുകയാണോ ചെയ്യുന്നത്? അതിലെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. 29, കപിലദേവന്റെ അച്ഛൻ ആരായിരുന്നു? എ കശ്യപ പ്രജാപതി, ബി ദക്ഷ പ്രജാപതി, സി കർദമ പ്രജാപതി, ഡി ബ്രഹ്മദേവൻ. 29ാമത്തെ ചോദ്യം ഒന്നുകൂടെ. കപിലദേവന്റെ അച്ഛൻ ആരായിരുന്നു? എ കശ്യപ പ്രജാപതി, ബി ദക്ഷ പ്രജാപതി, സി കർദമ പ്രജാപതി, ഡി ബ്രഹ്മദേവൻ. 30, വാമനദേവൻ ഇപ്പോൾ എവിടെയാണ് കാവൽക്കാരനായി നിൽക്കുന്നത്? എ സ്വർഗലോകം, ബി പാതാള ലോകം, സി രസാതലം, ഡി സുതലം.
30-ാമത്തെ അവസാനത്തെ ചോദ്യമാണ്. വാമനദേവൻ ഇപ്പോൾ എവിടെയാണ് കാവൽക്കാരനായി നിൽക്കുന്നത്? എ സ്വർഗലോകം, ബി പാതാളലോകം, സി രസാതലം, ഡി സുതലം. ഹരേ കൃഷ്ണ. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോദ്യം തീർത്ത്. ഇനി ഉത്തരത്തിനും 15 മിനിറ്റോ അതിൽ കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വേഗം തീർക്കാൻ ശ്രമിക്കാം. എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതിയ ആൾക്കാരൊക്കെ എഴുതുന്നുണ്ടോ? ബുക്ക് തുറന്നു നോക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ആരും വീഡിയോ ഒന്നും ഓൺ ചെയ്തില്ല. ഞാനത് ശ്രദ്ധിച്ചുമില്ല. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അപ്പൊ നിങ്ങളെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടോണ്ട് എനിക്ക് ആരെയും സംശയമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം ഉത്തമഭക്തി ഓപ്ഷൻസ് മാതാജിയുടെ ഉള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു അല്ലേ? ഇത് എല്ലാവർക്കും ഫുള്ള് തന്നെ കിട്ടും. ഉത്തമഭക്തി മാതാജിക്ക് ഓൾറെഡി ഫുള്ളാണ് അല്ലേ? അല്ലേ മാതാജി? നമുക്ക് നോക്കാം. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ പിന്റു പ്രഭുജിക്ക് അറിയാമായിരുന്നോ എന്തെങ്കിലും? കുറച്ചൊക്കെ 50%. 50%. ആ. അപ്പൊ ഞാൻ ഉത്തരം ഷെയർ ചെയ്യാം. ഉത്തരങ്ങൾ ഞാൻ ചോദ്യം വായിക്കാം. ആദ്യത്തെ ചോദ്യം, ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ 3-ാമത്തെ അധ്യായം പ്രധാനമായി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഏതായിരുന്നു ഉത്തരം? വിഷ്ണുവിന്റെ അവതാരങ്ങൾ. ഉത്തരം ബി ആണ്. ഞാനിവിടെ 1ന്റെ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ക്രീൻ ഷെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഈ അധ്യായത്തിൽ പരമപുരുഷൻ ആരായി വിവരണം ചെയ്യപ്പെടുന്നു? ഉത്തരം സി ആണ്. വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. അടുത്തത്, അപ്പൊ നിങ്ങൾ ശരിയാണെങ്കിൽ ടിക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അവസാനം കൗണ്ട് ചെയ്തിട്ട് എന്നോട് പറയണം. ഓക്കെ. 3-ാമത്തെ അവതാരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? 4-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ പ്രഭു. 4-ാമത്തെ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് മാതാജി, അപ്പൊ പറയാം. അപ്പം മാതാജി എഴുതി കഴിഞ്ഞിട്ടേ ഞാൻ ഉത്തരം വായിക്കുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ അവതാരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ധർമ്മ സംസ്ഥാപനം. സി ആണ് ഉത്തരം. ഇനി അടുത്ത 4-ാമത്തെ അവതാരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എ ഉയർച്ച, ബി താഴെ ഇറങ്ങുക, സി സൃഷ്ടി, ഡി നാശം. മാതാജി ഉത്തരം എഴുതുക വേഗം തന്നെ, സമയമില്ല. അല്ല, ഞാൻ എഴുതിയിട്ടുണ്ട് പ്രഭു. എനിക്ക് അതിന്റെ ഒരു സംശയം വന്നുകൊണ്ട് അല്ല, ആ ചോദിച്ചാണ്. സംശയം ചോദ്യം നമ്മൾ വരുവാണല്ലോ, അപ്പൊ ഞാൻ വായിക്കുമല്ലോ. ആ. അപ്പം 3-ാമത്തേന്റെ ഉത്തരം സി ആണ്. 4-ാമത്തേന്റെ ഉത്തരം ബി, താഴേക്ക് വരിക. അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത്. അതാ തെറ്റി പ്രഭു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സൃഷ്ടി എന്നാ അതിലേക്ക് പ്രഭു അതിന്റെ എഴുതി. അതിലേക്ക് വരുവാണല്ലോ, അപ്പൊ നമ്മൾ പറയുമല്ലോ. ഞാൻ ഓർത്ത് മാതാജി വിട്ടുപോയത്. ഇനി അടുത്ത 5, കപിലദേവൻ ഏത് തത്വം ഉപദേശിച്ചു? എ ഭക്തി, ബി സാഖ്യ, സി യോഗ, ഡി കർമ്മ. ഏതായിരുന്നു? ബി സാഖ്യയോഗം. സാഖ്യയോഗത്തിന്റെ ഉപജ്ഞാതാവാണ് കപിലദേവൻ. ഇനി അടുത്തത് 6-ാമത്തേത്, വരാഹ അവതാരത്തിന്റെ പ്രധാന പ്രവൃത്തി എന്തായിരുന്നു? എ അസുരന്മാരെ കൊല്ലൽ, ബി ഭൂമിയെ രക്ഷിക്കൽ, സി യാഗം നടത്തൽ, ഡി വേദങ്ങൾ പഠിപ്പിക്കൽ. ബി ഭൂമിയെ രക്ഷിക്കൽ. 6-ാമത്തെ ചോദ്യം ബി. ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വന്ന് വരാഹാവതാരം പന്നിയായിട്ട് വന്ന് എന്ത് ചെയ്തു? തേറ്റമേൽ ഭൂമിയെ ഉയർത്തി. ഇത് തെറ്റിച്ചവർക്കൊക്കെ അടി. ഹരേ കൃഷ്ണ. 7-ാമത്തെ, നരസിംഹാവതാരം ആരെ രക്ഷിക്കാൻ വന്നു? ഇത് തെറ്റിച്ചവർക്ക് എംപോസിഷൻ 1000 പ്രാവശ്യം. ആരെ രക്ഷിക്കാൻ വന്നു? പ്രഹ്ലാദൻ. ബി. 7-ാമത്തെ ആൻസർ ബി ആണ്. 8, വാമന അവതാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? 8-ാമത്തേത് ബി ആണ്.
ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എട്ടാമത്തേന്റെ ഉത്തരം ബി, ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ. 9, ഭഗവാൻ കൃഷ്ണനെ എന്തായിട്ടാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്? അവതാരങ്ങളുടെ ഉറവിടം. അതായത് 9 ബി ആണ് ഉത്തരം. അവതാരങ്ങളുടെ ഉറവിടം. 10, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. 10, അവതാരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പരമാത്മാവിൽ നിന്ന്. സി ആണ് ഉത്തരം. 11, മത്സ്യാവതാരം എന്തിനെ രക്ഷിച്ചു? ഉത്തരം എ ആണ്, വേദങ്ങൾ. 12, കൂർമാവതാരത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്തായിരുന്നു? എ, സമുദ്രമഥനത്തെ സഹായിക്കുക. എ. 13, പരശുരാമൻ എന്തിനാണ് പ്രശസ്തൻ? ബി, ക്ഷത്രിയന്മാരെ നശിപ്പിക്കുക. 13 ബി. 14, രാമാവതാരം എന്തിന്റെ പ്രതീകമാണ്? എന്തിന്റെയാണ്? 14 എ, ധർമ്മം. ധർമ്മം. 15, വ്യാസദേവന്റെ പ്രധാന പ്രവൃത്തി എന്ത്? 15 ബി, വേദങ്ങൾ വിഭജിക്കൽ. 16, ബുദ്ധാവതാരം എന്തിനാണ് വന്നത്? അഹിംസ ഉപദേശിക്കാൻ. 16 എ ആണ്. 16 എ. 17, കൽക്കി അവതാരം എപ്പോഴാണ് വരുന്നത്? ഡി, കലിയുഗ അവസാനം. ഡി ആണ് ഉത്തരം. അവതാരങ്ങളുടെ എണ്ണം എത്രയാണ്? ആർക്കാ പറയാൻ പറ്റുന്നേ? അനന്തം. 18 സി. 18ന്റെ ഉത്തരം സി. 19, ഏതേചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? കൃഷ്ണൻ പരമപുരുഷൻ. ഉത്തരം ബി ആണ്, കൃഷ്ണൻ പരമപുരുഷൻ. ഇനി അടുത്ത് 20, അവതാരങ്ങൾ എന്തുപോലെയാണ്? ഒഴുകുന്ന ജലധാരകൾ പോലെയാണ്. അവതാരങ്ങൾ എന്തുപോലെയാണെന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ജലധാരകൾ പോലെയാണ്. 21, ഭക്തിയുടെ പ്രാധാന്യം എന്താണ്? എ, മോക്ഷം നൽകുന്നു. 22, ഭഗവാനെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? സി, ഭക്തി. ഭക്തി മാർഗമേ ഉള്ളൂ ഭഗവാനെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു ഉപാധി. പ്രഭു 21 എന്തായിരുന്നു? 21 21 എ, മോക്ഷം നൽകുന്നു. ആ 20 20, ഒഴുകുന്ന ജലധാരകൾ. സി. സി തെറ്റി. പ്രഭു ഞാൻ അത് എഴുതാൻ വന്നിട്ട് പിന്നെ ഞാൻ സമുദ്രം എന്ന് എഴുതി പ്രഭു, അനന്തമാണെന്നുള്ള ഒരു ഇതില്ലേ. ആ, അതും ശരിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൽ ഒഴുകുന്ന ജലധാരകളെ പോലെയാണെന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ശരി ശരി പ്രഭു. 23, അവതാരങ്ങളുടെ പ്രവർത്തനം ആരുടെ നിയന്ത്രണത്തിലാണ്? ആരുടെ നിയന്ത്രണത്തിലാണ്? പരമേശ്വരനായിട്ടുള്ള ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. 24, ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാന ആശയം എന്താണ്? എന്താണ്? ഭക്തിയും അവതാര തത്വവും. ഉത്തരം ബി ആണ്, ബി. ഭക്തിയും അവതാര തത്വവും. ഉത്തരം ബി. 25, ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാണ്? ബി, ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബി, ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നാരായണൻ ആരുടെ ഉറവിടമാണ്? 26, ബി, അവതാരങ്ങളുടെ ഉറവിടമാണ്. 26ന്റെ ഉത്തരം ബി, അവതാരങ്ങളുടെ ഉറവിടം.
27 അവതാരങ്ങൾ ഏത് രൂപങ്ങളിൽ വരുന്നു? വിവിധ രൂപങ്ങളിൽ വരുന്നു. സി ആണ് ഉത്തരം. ശരി. ഉത്തരം സി. ഇനി അടുത്തത് 28 അവതാരങ്ങൾ ലോകത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? 28 ബി ധർമ്മ സംരക്ഷണം. 28 ബി. 29 കപിലദേവന്റെ അച്ഛൻ ആരായിരുന്നു? ആർക്കാ പറയാൻ പറ്റുന്നത്? കർദമ പ്രജാപതി. കർദമ പ്രജാപതി. 29 സി. ഉത്തര സി. 30 വാമനദേവൻ ഇപ്പോൾ എവിടെയാണ് കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്? ഏതാണ് ഉത്തരം? സുതലം. സുതലം. ഉത്തരം ഡി ആണ്. ഡി. ഡി. ഇപ്പൊ 30 ചോദ്യവും 30 ഉത്തരങ്ങളും വായിച്ചു കഴിഞ്ഞു. ഞാൻ 23 പ്രഭു 23 ഉത്തരം ഏതാ? 23ന്റെ ഉത്തരം സി. തെറ്റി. ഞാൻ മാതാജി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മാതാജി കാണുന്നുണ്ടോ? ആ കണ്ട്. സ്ക്രീൻ ഷെയർ നോക്കാൻ അറിയാവോ? ആ നോക്കാം. അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഉത്തരവ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ വളരെ എളുപ്പമുള്ള 30ൽ 30 കിട്ടാൻ പാകത്തിനുള്ള ചോദ്യമാണ് ഇട്ടത്. ഒരൊറ്റ ഒരെണ്ണം പോലും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു LKG പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ പോലും അറിയാവുന്നതായിരുന്നു. അപ്പൊ ഞാൻ ഓരോരുത്തരും വിളിക്കാം. ഹരേ കൃഷ്ണ. എങ്ങനെ തോന്നി ഇത് എഴുതിയപ്പോ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് വളരെ എളുപ്പമായിരുന്നു എന്ന്. നല്ലായിരുന്നു പ്രഭു. അത് എളുപ്പമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. തെറ്റിയില്ല. നല്ല എളുപ്പമായിട്ട് തോന്നിയില്ലേ? ആ എളുപ്പമായിരുന്നു. അത് ഞങ്ങളെ ബിലോ LKG അതുകൊണ്ട് ഒരു മാർക്കില്ലാത്ത ഇപ്പൊ. ഒരു മാർക്ക് പോയി അല്ലേ? 20. 20. ആ ഹരി പോൽ. അഞ്ചെണ്ണം റോങ്, പിന്നെ 5 ആൻസർ അറിയില്ല. 5 അറിയില്ലായിരുന്നു, 5 റോങ് ആയി. ഓക്കെ. നല്ല മാർക്കാണ്. അപ്പം ഇത്രയും നാളും കയറാതിരുന്നിട്ട് ഇപ്പം ഇത്രയൊക്കെ എഴുതാൻ പറ്റിയല്ലോ. അതിൽ തന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹരി പോൽ. ഹരേ കൃഷ്ണ. സബിത മാതാജി. പ്രഭു, എനിക്ക് അവതാരം എന്ന പദത്തിന്റെ അർത്ഥവും അവതാരങ്ങൾ എന്തുപോലെയാണ്, അത് 2 തെറ്റി. 23 മാർക്ക്. അങ്ങനെ ഞാൻ 30-ലല്ലേ ഞാൻ ഇട്ടത്? സമുദ്രം എന്ന് എഴുതി വെച്ചു. അല്ല, ഞാൻ സമുദ്രം എന്ന് എഴുതി 30-ലല്ലേ വെച്ചു. ഇട്ടത്? അവതാരം 30. മാതാജി മനസ്സിലായി? 30-ൽ 28. സോറി ഞാൻ 25-ലാണ്. ഞാൻ ഓർത്ത് എങ്ങനെ 25. എപ്പോഴും 30-ൽ 25 അപ്പൊ അതിന്റെ ഒരു ഓർമ്മയിൽ. 28 ഹരി ഹരി പോൽ മാതാജി. ഓക്കെ. അത് രണ്ടും എനിക്ക് മറ്റേ അവതാരം എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ എന്തുപോലെയാണെന്നുള്ളത്. അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. ഇറങ്ങി വരിക. ഓക്കെ. കൃഷ്ണകുമാരി മാതാജി. 25 പ്രഭു. 25. 5 തെറ്റിപ്പോ അല്ലേ? 5 തെറ്റി. ഹരി പോൽ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. 26 4 തെറ്റിപ്പോയി. ഒന്ന് മൂന്നാമത്തല്ല, നാലാമത്തതും പിന്നെ അവതാരങ്ങളുടെ അല്ലേ താഴേക്ക് വരുന്നത്, അത് തെറ്റി. താഴേക്ക്. പിന്നെ 20-ാമത്തെ തെറ്റി, 22-ാമത്തെ തെറ്റി. മാതാജി ക്ലാസ്സിലൊക്കെ ഈ അടുത്ത നാളല്ലേ വന്നത്, എന്നിട്ട് ഇത്ര ശരിയാക്കിയല്ലോ മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വളരെ എളുപ്പമായിരുന്നു. ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്കും കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, നല്ല എളുപ്പാ. അതെ അതെ. നേരത്തെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചു പേരിന്ന് കേറാതെ ഇരുന്നു, പരീക്ഷപ്പനി ബാധിച്ചിട്ട്. ഓക്കെ, സാരമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ 30-ൽ 30 ഉള്ള ആളെ നമുക്ക് വിളിക്കാം. അതെ, കിട്ടില്ലേ? എനിക്ക് കിട്ടിയില്ലേ, ഞാൻ ഇങ്ങനെ എഴുതും, പേടിയാ. ഓക്കെ. നമുക്ക് 30-ൽ 30 ഉള്ള ആളെ വിളിക്കാം. ഹരേ കൃഷ്ണ. മാതാജി. അതെ. മാതാജി ഹരേ കൃഷ്ണ. എത്രയുണ്ടായിരുന്നു? എനിക്ക് 3 എന്താണ് ഞാൻ എഴുതി വെച്ചിരുന്നത്? 2 സിയും 1 ഡിയും ആണ് എഴുതി വെച്ചിരുന്നത്. 5 വരേക്ക് എനിക്ക് അത് ഞങ്ങള് പാനൊക്കെ എടുക്കാൻ പോയ സമയത്തിൽ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് എഴുതിയിട്ടില്ല, 2 എഴുതിയിട്ടില്ല. പിന്നെ 3, 4, 5 ഞാൻ 2 സിയും 1 ഡിയും ആണ് എഴുതിയിട്ടുള്ളത്. മൊത്തം എത്രയുണ്ട്?
അത് അല്ല, ഒന്ന് 1, 2, 3, 4, 5 ആ അതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്രഭുവിന്. ഞാൻ ഇത് ശരിയാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ അത് ഇത് നോക്കിയില്ല. അന്നേരം നോക്കി പറഞ്ഞപ്പോ ഞാൻ കണ്ണട എടുക്കാൻ പോയി. ആ ഓക്കെ, പിന്നെ കുഴപ്പമില്ല. എനിക്ക് എന്തായാലും കിട്ടിയ ആ 21 ഈ 3 എനിക്ക് അറിയില്ല. ഞാൻ 2 സീറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഡിജിറ്റ് വെച്ചിട്ടുണ്ട്. അത് 3, 4, 5 3, 4, 5 എണ്ണത്തില് 2 സിയും ഒരു ഡിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അറിയണില്ല എന്താണെന്ന്. വളരെ എളുപ്പമല്ലായിരുന്നോ? അല്ല, അല്ലേ മാതാജി? പ്രഭു എളുപ്പമല്ലായിരുന്നോ? ഹരകൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ആ എനിക്ക് ആ എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഇട്ട് തരൂ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് മാതാജി. എല്ലാ പ്രാവശ്യവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഞാൻ ഉടനെ ഇടാറുള്ള. ഞാൻ എല്ലാ പരീക്ഷ കഴിയുമ്പോഴേ ഞാൻ എന്റെ എല്ലാതും എഴുതിയെടുത്ത് വെക്കേ. ആ അതെ അതെ, അത് പ്രിന്റ് അപ്പൊ എടുത്ത് എനിക്ക് വെച്ചാൽ മതി. എഴുതിയെടുക്കാൻ വീട്ടിൽ പ്രിന്റർ ഉണ്ടെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. പ്രിന്റർ ഉണ്ട്, എടുത്ത് വെക്കാം. അപ്പൊ വിട്ടാ മതി എനിക്ക്. ആ ഞാൻ ഇട്ടേക്കാം. ഞാൻ അതിനൊരു ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ ഞാൻ എല്ലാം എഴുതി വെക്കേ. ആ അതെ അല്ലേ. ആ ആ അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രശ്നോത്തരി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു വെച്ചാൽ കൃഷ്ണൻ അവതാരങ്ങളുടെ എല്ലാം സ്രോതസ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഏതേ ചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ അവതാരങ്ങൾ, 22 അവതാരത്തെ പറ്റിയാണ് പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് നമ്മൾ ജയദേവ കവികളുടെ ശ്ലോകങ്ങളിൽ കേട്ടിട്ടുണ്ട്. പ്രളയപയോധി ജലേ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു 10 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഭാരതം മുഴുവനും ഈ പറയുന്ന 10 അവതാരങ്ങളെ പറ്റിയാണ് മെയിനായിട്ട് പറയുന്നത്. ദശാവതാരം എന്ന് പറഞ്ഞ സിനിമയും ഇറങ്ങി. നമ്മളെല്ലാം ദശാവതാരം 10 അവതാരങ്ങളേ ഉള്ളൂ. അത് ഓർഡറിലാണ് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭാഗവതം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഈ ഓർഡറിലല്ല അവതാരങ്ങൾ വരുന്നതെന്ന്, അല്ലേ? അതുപോലെ പ്രഭു, തന്നെ ഇന്ന് ഞാനിത് വായിച്ചപ്പോ എനിക്ക് തോന്നിയായിരുന്നു. കാരണം 10 അവതാരങ്ങള് മത്സ്യകൂർമ്മം വരാഹം എന്നല്ലേ പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം വരാഹം കഴിഞ്ഞിട്ടല്ലേ മത്സ്യത്തിക്ക് വരുന്നേ. ഞാൻ ഇന്നൊരു അതെ, നമ്പർ വൈസ് നോക്കിയപ്പോ എനിക്കതൊരു നോക്കിയപ്പോ സംശയം മനസ്സിലായില്ലേ? വന്നു. ആ അതെ അതെ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓർഡറിൽ, അത് ജയദേവ കവികൾക്ക് ഇഷ്ടപ്പെട്ട 10 അവതാരങ്ങളെ സെലക്ട് ചെയ്ത് അദ്ദേഹം ഒരു ഓർഡർ കീപ്പ് ചെയ്താണ് ആ ശ്ലോകത്തിൽ. മത്സ്യം, കൂർമ്മം, വരാഹം. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എല്ലാരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഈ ഓർഡറിലാണ് പോകുന്നത് ഭഗവാന്റെ അവതാരങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ലിമിറ്റഡ് ആണ്. ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വേണമെങ്കിൽ എണ്ണി തീർക്കാൻ പറ്റുമായിരിക്കാം, കടൽ തീരത്തെ മണൽത്തരികൾ എണ്ണി തീർക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഭഗവാന്റെ അവതാരങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. ഇത്രയും എത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തു എന്ന് ഭഗവാന് തന്നെ അറിയത്തില്ല. ഈവൻ അനന്തന് പോലും അറിയില്ല. ആരാണ് അനന്തൻ? 1000 തലയല്ലേ? 1000 തലകളും ആ, 2000 നാവും ആയിട്ട് ഭഗവാൻ ആ. സദാസമയവും എന്താണ്, കൊടയായിട്ടും മെത്തയായിട്ടും ഇരിക്കുന്ന ആളാണ് അനന്തൻ. സോ അനന്തൻ ഓൾസോ cannot describe how many incarnations for the Supreme Lord he has already taken. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ അനന്തൻ ഭഗവാനെ നമ്മൾ ഭഗവാൻ എത്ര നാമം ഉണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നത്? 1000 നാമങ്ങൾ, അല്ലേ? ഭഗവാൻ 1000 നാമത്തിന്റെ മാത്രം ഉടമയാണോ? അല്ല. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗ ധാരിണേ നമഃ. എന്താണ്? നമോസ്ത്വ അനന്തായ സഹസ്രമൂർത്തയേ. അനന്തനാണല്ലേ? അനന്തൻ അതിരില്ല, അത്രയും. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ, ആയിരക്കണക്കിന് രൂപങ്ങളുള്ള ഭഗവാനെ. സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ, സഹസ്രപാദം. ഈ സഹസ്രം മീൻസ് 1000 സംസ്കൃതത്തിൽ. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരക്കണക്കിനാണ്. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു 1000. ആയിരക്കണക്കിനാണ് പറയുന്നത്. ഇറ്റ് ഈസ് സോ എക്സ്റ്റെൻഡഡ്, ദർ ഇസ് നോ ലിമിറ്റ്, അൺലിമിറ്റഡ്. The meaning is unlimited. Sahasrapada. So pada, his legs, unlimited. Sahasrapada akshi. Akshi means eyes. Sahasrapada akshi. Shiro means കൈകൾ. ശിരോരു ബാഹവേ. ഭഗവാന് അനന്തമായിട്ട് അൺലിമിറ്റഡ് എന്താണ്? ഹെഡ്സ്
അൺലിമിറ്റഡ് ഐസ്, അൺലിമിറ്റഡ് എന്താണ് ഹാൻസ്, അതുപോലെ സഹസ്രപാദ അക്ഷി ശിരോ ഒരു ബാഹവേ സഹസ്രനാംനെ, ആയിരക്കണക്കിന് നാമങ്ങൾ. സഹസ്രനാംനെ പുരുഷായ ശാശ്വതി, ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. ആരാണ്? സഹസ്രനാംനെ പുരുഷായ ശാശ്വതേ, ഒരേ ഒരാളെ ശാശ്വതനായിട്ടുള്ളൂ. ബാക്കി എല്ലാം നശിക്കുന്നതാണ് അല്ലെ. സകല ദേവീദേവന്മാരും നശിക്കും, നമ്മളും എല്ലാരും നശിക്കും അല്ലെ. ഒരേ ഒരാൾ മാത്രമേ ശാശ്വതനായിട്ടുള്ളൂ. സഹസ്ര നാംനെ പുരുഷായ ശാശ്വതി സഹസ്ര കോടി യുഗധാരിണേ നമ. ഈ സഹസ്ര കോടി യുഗങ്ങളുണ്ടല്ലേ, നമുക്ക് ഈ ഒരു യുഗം പോലും 4,32,000 വർഷമുള്ള ഈ ചെറിയ കലിയുഗം പോലും നമുക്ക് 100 വയസ്സാണ് അതിലെ ആയുസ് അല്ലെ. 100 വയസ്സെന്ന് പറയുന്നു, നമുക്ക് അറിയത്തില്ല. വി ഡോണ്ട് നോ ഹൗ മെനി ഇയേഴ്സ് വി വിൽ ലീവ്. അപ്പം ഇദ്ദേഹത്തിന് എത്രയാണ് ആയുസ്? സഹസ്ര കോടി യുഗധാരിണി നമ. അനന്തകോടി യുഗങ്ങളുടെ അത്രയും ആയുസ്സുണ്ട്. സഹസ്ര കോടി യുഗധാരിണി നമ. അപ്പം ഇത് ഏത് സന്ദർഭത്തിലാണ്? അദ്ദേഹത്തിന് വിശ്വരൂപ ദർശനമുണ്ട് ഭഗവാന്റെ അല്ലെ. വിശ്വരൂപം, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാൻ അർജുനന് ദർശനം കൊടുത്തു. ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭഗവാന്റെ ആദി വിരാട് പുരുഷ രൂപം, പ്രപഞ്ച സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. വിഷ്ണു സഹസ്രനാമത്തിൽ നിന്നുള്ള ശ്ലോകമാണ് ഞാനിപ്പോ പറഞ്ഞത്. നമോസ്തു അനന്തായ, അനന്തായ നമോസ്തു. ഐ ആം offering my obeisances to the Supreme Lord. He has millions of forms. It's unlimited. Millions of hands, millions of eyes, millions of hands, and millions of names. No one knows. അപ്പം ഭഗവാന്റെ അവതാരം 10 അല്ല. സഹസ്ര കോടിയുഗ ധാരിണേ നമ. ഇതിന്റെ സാക്ഷ്യമാണ്, പ്രമാണമാണ് ഞാനിപ്പോ വായിച്ചത്. നമോസ്തു അനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരു ബാഹവേ സഹസ്രനാംനേ. അപ്പൊ 1000 നാമങ്ങളല്ല വിഷ്ണുവിനുള്ളത് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. 1000 നാവുള്ള അനന്തൻ അല്ല, 1000 തലയുള്ള അനന്തൻ, അദ്ദേഹത്തിന് എത്രയാണ് നാവുള്ളത്? 2000 നാവ്. കണ്ടിന്യൂസ്ലി ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിട്ടും എന്താണ്, ഒരു പ്രാവശ്യം ചെയ്ത നാമം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെയാണ് അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അനന്തൻ എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ജപിച്ച നാമം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ജപിച്ചുകൊണ്ടിരുന്നിട്ടും ഭഗവാന്റെ നാമങ്ങൾ തീരുന്നില്ല അല്ലെ. സൃഷ്ടി തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴും തീരുന്നില്ല. ഒരു പ്രാവശ്യം ജപിച്ച നാമം റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നിട്ട് പോലും ഭഗവാന്റെ നാമങ്ങൾ തീരുന്നില്ല. പക്ഷെ നമുക്ക് ഇത് അറിയാനായിട്ട് പറ്റുമോ? നമുക്ക് ഈ സഹസ്രനാമം പോലും നമുക്ക് കാണാതെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ അനന്തകോടി നാമങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? അതുകൊണ്ടാണ് നമ്മള് ഭഗവാനെ ഏത് രൂപത്തിൽ കാണുന്നത്? ഇസ് ഒറിജിനൽ ഫോം. ഒറിജിനൽ ഫോം ഏതാണ്? ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപം. ഭഗവാന്റെ ഒറിജിനൽ രൂപം ഏതാണ്? എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക. കൃഷ്ണകുമാരി മാതാവ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതാണ് ഭഗവാന്റെ ഒറിജിനൽ രൂപം? ത്രിഭുജ ശ്യാമസുന്ദര രൂപം. ദ്വിഭുജ എന്ന് പറഞ്ഞാൽ 2 ഭുജങ്ങളുള്ള, 2 കൈകളുള്ള. മുരളീധര എന്താണ്? ഇങ്ങനെയാണ് പ്രഭുജി വടപ്പള്ളി വിളിക്കുന്നത്. ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഇങ്ങനെയാണോ പഠിക്കുന്നത്? യെസ്, പ്രഭുജി പഠിക്കുന്നുണ്ട്. പ്രഭുജി ഓടക്കുഴലിൽ വായിക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇങ്ങനെയാണോ അറിയില്ല. ഞാൻ അങ്ങനെ കാണിച്ച ഒക്വേർഡായി പോകും. അതുകൊണ്ട് ഞാനത് അറിയില്ല ശരിയാണോ തെറ്റാണോ. അത് കാരണം ഭഗവാൻ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും തെറ്റല്ലേ. അപ്പൊ ദ്വിഭുജ മുരളീധര ശ്യാമസുന്ദര മീൻസ് എന്താണ്? ഡാർക്ക് കോംപ്ലക്ഷൻ. ശ്യാമസുന്ദര ത്രിഭംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വളവ്, 3 ഒടിവുണ്ടല്ലേ ഭഗവാന്റെ. ഒരൊടിവ് ഇവിടെ, ഒരൊടിവ് ഇവിടെ, ഒരൊടിവ് കാലില്. ഭഗവാന് 3 ഒടിവുണ്ട്. നമ്മള് സാധാരണഗതിയിൽ അംഗവൈകല്യമുള്ള ഒരാളെ നമ്മള് വികലാംഗൻ എന്ന് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയാൾ നമുക്കിട്ട് അടിക്കും, അല്ലെങ്കിൽ അയാൾ പ്രാകും, അല്ലെങ്കിൽ അയാൾ വിഷമിക്കും, കരയും അല്ലെ. പക്ഷെ ഇവിടെ ഒരാള് അംഗവൈകല്യമുള്ള ഒരാൾ എന്ത് ചെയ്യും? സന്തോഷിക്കുകയാണ് അല്ലെ. ത്രിഭംഗം. ശ്യാമം ത്രിഭംഗ ലളിതം നിയത പ്രകാശം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പം എന്താണ്? അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി. അതല്ല ഈ ശ്ലോകം. വേണും കൊനന്തമരവിന്ദദളായദാക്ഷം
ബർഹാവതാംസമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷൻ തമഹം ഭജാമി. അപ്പൊ ഈ മുരളീധര ത്രിവംഗ ശ്യാമസുന്ദര രൂപം, അപ്പം ഇതാണ് ഭഗവാന്റെ ഒറിജിനൽ രൂപം അല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം നമുക്ക് പറയാൻ പറ്റത്തില്ല. ശ്രീകൃഷ്ണ അവതാരങ്ങളുടെ സ്രോതസ്സാണ് അദ്ദേഹം. ആസിറ്റീസ് ആണ് എന്നാണ് നമ്മൾക്ക് 5000 വർഷങ്ങൾക്ക് മുൻപേ 5500 വർഷങ്ങൾക്ക് മുൻപേ ദ്വാപര യുഗത്തിൽ നമ്മളുടെ അടുത്തുള്ള എന്താണ് ഗോകുലത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ മധുരയിൽ ഭഗവാൻ അവതരിച്ചത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ആദ്യ ചതുർഭുജ നാരായണ രൂപത്തിലാണ് അവതരിച്ചത്. അവതരിച്ചപ്പോൾ എന്ത് ചെയ്യും, ദേവകി മാതാവ് എന്തു പറഞ്ഞു? ഈ ചതുർഭുജ നാരായണ രൂപത്തിൽ ഞങ്ങൾക്ക് വാത്സല്യ രൂപത്തില് എന്താണ് ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് മാറാൻ പറഞ്ഞ് അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി മാറി? അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഫോമിലേക്ക് മാറി. അപ്പൊ അങ്ങനെ എന്താണ് അദ്ദേഹം ഏത് പ്രായത്തിൽ എന്താണ് നിത്യ യൗവനമായിട്ടാണ് കാണുന്നത് അല്ലെ. 120 വയസ്സോളം ഉണ്ടായിരുന്നു ഈ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത്. അപ്പോഴും എന്താണ് ഒരു 16 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ അതേ രീതിയിൽ നവയൗവനം. അപ്പൊ നവയൗവനത്തിലായിരുന്നു ഭഗവാൻ ഏത് സമയത്തും അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഭഗവാന്റെ വൈകുണ്ഠ ആരോഹണ സമയം വരെ എന്താണ് നവയൗവനത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ നമ്മൾ ഈ പഠിച്ച അധ്യായം കൃഷ്ണൻ അവതാരങ്ങളുടെ എല്ലാം ഉറവിടം, അതിന് പ്രമാണമായിട്ടുള്ള ശ്ലോകമാണ് ഏതേ ചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ അവതാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അനന്തകോടി അവതാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ അവതാരങ്ങളുടെ എല്ലാം ഉറവിടം എവിടെ നിന്നാണ് വന്നത്? കൃഷ്ണനിൽ നിന്നാണെന്ന് ഭാഗവതം പ്രമാണം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദശാവതാരമല്ല, ഭഗവാന്റെ അവതാരം എന്താണ് 10-ലല്ല ചുരുങ്ങിയിരിക്കുന്നത്. ഭഗവാന് അനന്തകോടി അവതാരങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഓരോ സമയത്തും ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭക്തരെ രക്ഷിക്കാനും ഭക്തരുടെ കൂടെ എന്ത് ചെയ്യണം? ഭഗവാൻ ഒരു സുദർശനം ഇവിടെ വിട്ടാൽ മതി, കണ്ണുകൊണ്ടൊന്നും ഒരു ദൃഷ്ടി കാണിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാൻ ഒറ്റ ശ്വാസത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാന്റെ രോമകൂപങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കും. അടുത്ത ഒരു ശ്വാസം വിടുമ്പം അതെല്ലാം പുറത്തേക്ക് വിടും അല്ലെ. ഏത് വിഷ്ണുവാണ് ഇത് ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യം ചെയ്യുന്ന വിഷ്ണു ഏതാണ്? അല്ല അല്ല, കാരണോദശകായി വിഷ്ണുവിന്റെ അപ്പം ഒരു ശ്വാസോച്ഛ്വാസത്തിൽ അതിന്റെ ഒരു ശ്വാസം അദ്ദേഹം പുറത്തേക്ക് വിടുമ്പോൾ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിലൂടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങള് പുറത്തേക്ക് പോകും. അടുത്ത ഒരു ശ്വാസം എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഉള്ളിലേക്ക് വലിയും. ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഭൗതിക ലോകത്തൊരു സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ശ്വാസ കാലയളവാണ് അല്ലെ. ആ ശ്വാസ കാലയളവ് എത്ര ദൈർഘ്യമാണെന്ന് നമുക്ക് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ നമ്മളുടെ ഈ മനുഷ്യന്റെ ഇന്റലിജൻസിനോ ബുദ്ധിയിലോ വായിക്കാനോ പറ്റുകയില്ലാതെ അത്രയും വർഷങ്ങളാണ് അല്ലെ. ഒരു ബ്രഹ്മദേവന്റെ 100 വയസ്സെന്ന് പറഞ്ഞ അതുപോലും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം കലിയുഗം 4,32,000 വർഷം, ദ്വാപരയുഗം അതിന്റെ ഇരട്ടി 8,64,000 വർഷം. അതുപോലെ 3 ടൈംസ് കലിയുഗമാണ് ത്രേതായുഗം, 4 ടൈംസ് കലിയുഗമാണ് സത്യയുഗം അല്ലെ. ഇങ്ങനെ നമ്മള് ഈ ചതുർയുഗങ്ങളെ ദിവ്യയുഗം എന്ന് പറയുന്നു. ഈ യുഗങ്ങള് തന്നെ ഒരുപാട് ദിവ്യയുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ ബ്രഹ്മദേവന് 100 ദിവസമാണ് ആയുസ്. ആ 100 ദിവസം നോക്കുമ്പോൾ തന്നെ ഒരു ബ്രഹ്മദേവൻ 100 രാത്രി 100 പകല്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ബ്രഹ്മദേവന്റെ ആയുസ് 3.5 ട്രില്യൺ ഹ്യൂമൻ ഇയേഴ്സ് ആണ്. ട്രില്യൺ. അപ്പൊ ആ ഒരു ബ്രഹ്മദേവന്റെ ആയുസ് പോലും നമുക്കൊരു പേപ്പറിൽ എഴുതി ഓർമ്മപ്പെടുത്തി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ ബ്രഹ്മദേവന്റെയും സൃഷ്ടി ചെയ്ത ആ കാരണോദശകായി വിഷ്ണുവിന്റെ ആയുസ് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് നിർണയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കാരണോദശകായി വിഷ്ണു ഒക്കെ ആരിൽ നിന്നാണ് വന്നത്? കൃഷ്ണനിൽ നിന്നാണ് വന്നത്. ആ ഒരു ഓർഡർ ആർക്കാണ് അറിയാൻ പറ്റുന്ന? അവതാരങ്ങളുടെ. ഞാൻ ഈ അധ്യായം തുടങ്ങിയപ്പോഴേ അത് വിസ്തരിച്ച് പറഞ്ഞതാണ്. എങ്ങനെയാണ് വന്നത്? ഏത് ധാമത്തിലാണ് ഈ അവതാരങ്ങൾ തുടങ്ങുന്നത്? നമ്മളുടെ സ്വധാമം എവിടെയാണ്? ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവന ധാമം. അവിടെ രാധാകൃഷ്ണന്മാരാണ് ഈ അവതാരങ്ങളുടെ എല്ലാം ഉറവിടം.
അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആരാണ്? ബലരാമൻ. അപ്പൊ ബലരാമൻ. ഞാൻ പുതിയതായിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ബലരാമൻ. പിന്നെ ബലരാമിൽ നിന്ന് ആരുണ്ടായി? ഒന്നാം ചതുർവ്യൂഹം. ഒന്നാം ചതുർവ്യൂഹം 4 പേരാണ്. ആരൊക്കെയാണ്? സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അതിനുശേഷം സംഘർഷണിൽ നിന്ന് ആരുണ്ടായി? നാരായണനുണ്ടായി. സംഘർഷണിൽ നിന്ന് നാരായണൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ശയിക്കുന്ന ആളാണ്. നരം എന്ന് പറഞ്ഞാൽ ജലമാണ്. ജലത്തിൽ ശയിക്കുന്ന ആള് നാരായണൻ. അങ്ങനെ നാരായണനിൽ നിന്ന് ഈ ചതുർവ്യൂഹം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. അതിനെ രണ്ടാം ചതുർവ്യൂഹം എന്ന് പറയുന്നു. രണ്ടാം ചതുർവ്യൂഹം എന്ന് പറഞ്ഞാൽ ഇതേ അവര് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പൊ ഒരു ചെറിയ മാറ്റം മാത്രം. സംഘർഷണൻ മഹാസംഘർഷനായി മാറും. അപ്പൊ മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അതിനുശേഷം ഈ മഹാസംഘർഷനിൽ നിന്ന് പുരുഷാവതാരങ്ങൾ ഉണ്ടാകുകയാണ്. ഭഗവാന്റെ പുരുഷാവതാരം. അപ്പം ആദ്യം നമ്മൾ കണ്ടു ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ, രാധാകൃഷ്ണന്മാരുടെ എക്സ്പാൻഷൻ ബലരാമൻ. ബലരാമനിൽ നിന്നാണ് ഈ എല്ലാ അവതാരങ്ങളും തുടങ്ങുന്നത്. ഒന്നാം ചതുർവ്യൂഹം സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അത് കഴിഞ്ഞ് സംഘർഷണിൽ നിന്ന് ഒരു ചാർട്ട് പോലെ ഇങ്ങനെ വരച്ചാൽ ഈസിയാണ്. ഞാൻ ആ ചാർട്ട് ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നാരായണൻ ഉണ്ടായി. സംഘർഷണിൽ നിന്ന് നാരായണിൽ നിന്ന് രണ്ടാം ചതുർവ്യൂഹം ഉണ്ടായി. അത് മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. പിന്നെ അവിടെ നിന്ന് പിന്നെ ആരുണ്ടായി? പുരുഷാവതാരങ്ങൾ. ആരൊക്കെയാണ് പുരുഷാവതാരങ്ങൾ? ഒന്നാമത്തെ പുരുഷാവതാരം കാരണോദശകായി വിഷ്ണു. കാരണ ജലത്തിൽ ശയിക്കുന്ന വിഷ്ണു. കാരണോദശകായി വിഷ്ണു. കാരണോദശകായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഒരൊറ്റ ശ്വാസത്തിലാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ആ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും പ്രവേശിക്കുന്ന വിഷ്ണുവാണ്. ഓരോ വിഷ്ണു പ്രവേശിക്കും. ഈ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഓരോ വിഷ്ണു പ്രവേശിക്കും. ആ വിഷ്ണുവിന്റെ പേരാണ് ഗർഭോദശകായി വിഷ്ണു. ഗർഭസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു, ഗർഭോദശകായി വിഷ്ണു. അതിനുശേഷം ഈ ഗർഭോദശകായി വിഷ്ണുവിന്റെ നാഭി പങ്കജത്തിലാണ് 14 ലോകങ്ങള് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 14 ലോകങ്ങൾ. അപ്പൊ ഒരു താമര, അദ്ദേഹത്തിന്റെ പൊക്കിളിൽ നിന്ന് ഒരു താമര വന്നു, ഒരു താമരത്തണ്ട് വന്നു. ആ താമരത്തണ്ടിന് അഗ്രത്തിൽ ഒരു താമര പുഷ്പം ഉണ്ടായി. ആ പുഷ്പത്തിലാണ് ആദ്യത്തെ ജീവാത്മാവായിട്ടുള്ള ബ്രഹ്മദേവൻ പൂജാതനായി. ഈ ഗർഭോദശകായി വിഷ്ണു ഗർഭസമുദ്രത്തിൽ ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരത്തണ്ട് ഉയർന്നു വന്നു. ഈ താമരത്തണ്ടിന് അഗ്രത്തിൽ ഒരു താമര പുഷ്പം ഉണ്ടായി. ആ പുഷ്പത്തിലാണ് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവന്റെ സൃഷ്ടി നടക്കുന്നത്. ഈ താമരത്തണ്ടിലാണ് 14 ലോകങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ലോകം ഏതാണ്? ഭൂർലോകം. അതിനു മുകളിൽ ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം, ജനലോകം, തപലോകം, സത്യലോകം. താഴോട്ട് അതലം, വിതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറഞ്ഞിട്ടുള്ള 7 ലോകങ്ങൾ താഴോട്ട്, 7 ലോകങ്ങൾ മുകളിലോട്ട്. മിഡിൽ ലോകമാണ് നമ്മൾ താമസിക്കുന്ന ഭൂർലോകം. നമ്മളൊക്കെ ഇപ്പൊ താമസിക്കുന്ന ഭൂമി. അപ്പം നോക്കിക്കണം, ഏറ്റവും ഉയർന്ന ലോകം സത്യലോകം അല്ലെ? ഭൗതിക ലോകത്തെ ഏറ്റവും ഉയർന്ന ലോകം സത്യലോകമാണ്. അതിനുശേഷം ഈ പറയുന്ന ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങി. ബ്രഹ്മദേവൻ എന്താണ് അത് വലിയ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. ഞാൻ സമയം തീർന്നാറ് അതിലേക്ക് പോകുന്നില്ല. ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്തു. സൃഷ്ടി ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഭഗവാൻ കൊടുത്തു. 24 മൂലകങ്ങള് പ്ലസ് ഇത്രയൊക്കെയാണ് ജീവാത്മാവ്, പരമാത്മാവ്. ഇത്രയും സാധനങ്ങൾ ഭഗവാൻ കൊടുത്തു, ഇൻഗ്രീഡിയൻസ് അല്ലെ? എന്തൊക്കെയാണ് കൊടുത്തത്? പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ജീവാത്മാവ്, പരമാത്മാവ്, കാലം, ടൈം. ഇത്രയും സാധനങ്ങൾ ഒരു കറി ഉണ്ടാക്കാൻ വെച്ചിരിക്കും, ഒരു സാമ്പാർ ഉണ്ടാക്കുക. അതിനകത്ത് വെണ്ടയ്ക്ക അരിഞ്ഞു, പരിപ്പ് വേവിച്ചു, മസാല ഇട്ടു, കായ ഇട്ടു അല്ലെ? ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഭഗവാൻ കൊടുത്തു. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു, കൂട്ടി ഇളക്കി മാത്രമേ ചെയ്തുള്ളൂ ബ്രഹ്മദേവൻ. ബാക്കിയെല്ലാം എന്താണ്? ഇൻഗ്രീഡിയൻസ് എല്ലാം ഭഗവാനിൽ നിന്ന് വന്നു, ഭഗവാൻ കൊടുത്തു. അതുപോലെ എങ്ങനെ കൂട്ടി ഇളക്കണം എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എല്ലാം ചെയ്തു അല്ലെ? എത്ര സാധനങ്ങൾ ഭഗവാൻ കൊടുത്തു?
24 പ്ലസ് 2. 24 എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സാധനങ്ങളാണ് അല്ലെ, 16 കാര്യങ്ങൾ അല്ലെ. 24 പ്രകൃതിയിൽ നിന്ന് കിട്ടിയതും ബാക്കി 2 ഭഗവാനിൽ നിന്ന് കിട്ടി. ആ 2 ഏതൊക്കെയാണ്? ജീവാത്മാവും പരമാത്മാവും. ഇത് രണ്ടും ഭഗവാനിൽ നിന്ന് കിട്ടിയതാണ് അല്ലെ. ബാക്കിയെല്ലാം പ്രകൃതി, ഭൗതിക പ്രകൃതി ഭഗവാൻ സൃഷ്ടിച്ചപ്പോ അതിന്റെ കൂടെയുള്ള കാര്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് സൃഷ്ടി തുടങ്ങി. അപ്പം ഭഗവാൻ ബ്രഹ്മദേവൻ വരെയുള്ള സൃഷ്ടിക്ക് പറയുന്ന പേരാണ് സർഗ സൃഷ്ടി. ഭഗവാൻ ഡയറക്റ്റ്ലി സൃഷ്ടിച്ച സർഗ സൃഷ്ടി എന്ന് പറയും. ബ്രഹ്മദേവൻ കഴിഞ്ഞിട്ട് ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട അവരെ വിസർഗ സൃഷ്ടി എന്ന് പറയുന്നു. വിസർഗ സൃഷ്ടി. അപ്പൊ ഈ വിസർഗ സൃഷ്ടി ആരാണ്? ബ്രഹ്മദേവന്റെ ആലാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ സൃഷ്ടിയില് പരമാത്മാവായിട്ട് വന്ന് കയറിയിരിക്കുന്ന വിഷ്ണുവിന്റെ പേരാണ് ക്ഷീരോദശകായി വിഷ്ണു. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന, അതായത് മിൽക്കി ഓഷ്യൻ, പാൽക്കടല്, പാലാഴി, ക്ഷീരസാഗരം, ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു ക്ഷീരോദശകായി വിഷ്ണു. അദ്ദേഹമാണ് നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട് വന്നിരിക്കുന്ന ഭഗവാൻ. നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ എവറി ലിവിങ് എൻറ്റിറ്റീസ് ഹാർട്ട് ദ റിസൈറ്റിംഗ് പരമാത്മാ ഈസ് ക്ഷീരോദശകായി വിഷ്ണു. എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന വിഷ്ണു. അദ്ദേഹമാണ് അവതാരങ്ങളൊക്കെ എടുക്കുന്ന വിഷ്ണു. എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. ദേവന്മാരൊക്കെ കംപ്ലൈന്റ് പറയാൻ പോകുന്നതും ഈ ക്ഷീരോദശകായി വിഷ്ണുവിന്റെ അടുത്താണ്. ദേവന്മാരൊക്കെ ഓരോ സമയത്തും അവതാരം എടുക്കാൻ ഭഗവാന്റെ അടുക്ക് ചെന്ന് പുരുഷ സൂക്തം പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുന്ന ദേവൻ ആരാണ്? ക്ഷീരോദശകായി വിഷ്ണുവാണ്. അപ്പോൾ ഇതാണ് സൃഷ്ടി. അപ്പൊ ഈ സൃഷ്ടി ബ്രഹ്മദേവനിൽ നിന്ന് ബ്രഹ്മദേവൻ പ്രജാപതിമാരെ സൃഷ്ടിച്ചു, മനുക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ സൃഷ്ടി ഡെവലപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ പിന്നീടുള്ള സൃഷ്ടി വിസർഗ സൃഷ്ടി എന്ന് പറയുന്നു. ഭഗവാൻ ഡയറക്ട്ലി ചെയ്യുന്ന സൃഷ്ടിക്ക് സർഗ സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് സൃഷ്ടിയുടെ ചെറിയൊരിത്. ഇത് വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഫോം. അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അത് പഠിച്ച ആൾക്കാർക്ക് അറിയാം. എനിക്ക് പഠിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് അറിയില്ല. കാര്യം അതിനുള്ള ഇന്റലിജൻസ് എനിക്കില്ല. അപ്പൊ അതൊക്കെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ നാസ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാഗവതത്തിലെ സൃഷ്ടിയെ പറ്റിയും ഈ പറയുന്ന ലോകങ്ങള്. നമുക്ക് ഈ ഭൂമിക്ക് ഉപരി സ്പേസ് എന്ന് വരെ മാത്രമേ അറിയുള്ളൂ. അതലം വിതലം സുതലം താഴോട്ടുള്ള ലോകങ്ങളെ പറ്റിയും മേളിലോട്ടുള്ള ലോകങ്ങളെ പറ്റി, സ്വർഗം ഒക്കെ പുരാണങ്ങളിൽ പറയുന്നതല്ലാതെ ആർക്കും അറിയത്തില്ല. കിലോമീറ്റേഴ്സ്, ക്രോർസ് ഓഫ് കിലോമീറ്റേഴ്സ് ആണ് ദൂരെ കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് അല്ലെ. സോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കോ കണ്ണിനോ ബുദ്ധിക്കോ മനസ്സിനോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന തലങ്ങളല്ല ഇതൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോയി ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സോ ഡിഫിക്കൽട്ട്. ഹീസ് സോ സോ പവർഫുൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരാളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമാണ്. സോ വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹിം, വെരി വെരി ഡിഫിക്കൽട്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ വാത്സല്യ, മാധുര്യ, ശാന്ത, അങ്ങനെയൊക്കെയുള്ള സാഖ്യരസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള ദേവീദേവന്മാരെ ഒക്കെ നമുക്ക് പേടിക്കേണ്ടി വരും. കാര്യം എന്താണ്? അവർക്ക് ഒരു കാര്യം കൊടുക്കുക, ഒരു വഴിപാട് നേർന്നു അല്ലെ, കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ തിരിച്ച് നമുക്കിട്ട് പണി തരും. പിന്നെ അവരെ ആരെയും നമുക്ക് മക്കളായിട്ടോ, ഇപ്പൊ ശിവനെ നമ്മുടെ മകനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ദേവിയെ നമ്മുടെ മകളായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഒരു ദേവനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മഹാദേവനെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. മറ്റുള്ള ഒരു ദേവി ദേവന്മാരെ നമ്മൾക്ക് ആ രീതിയിൽ കാണാം. പക്ഷെ ഭഗവാനെ നമ്മളുടെ മകനായിട്ട് കാണാം, കൂട്ടുകാരനായിട്ട് കാണാം, ഭഗവാനായിട്ട് തന്നെ കാണാം, സുഹൃത്തായിട്ട് കാണാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരേ ഒരു ഭഗവാനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഭഗവാനെ നമ്മൾ ചീത്ത പറഞ്ഞാൽ ഭഗവാൻ നമ്മളോട് ദേഷ്യപ്പെടുവോ? ഒരിക്കലും ഇല്ല. എത്രയോ പേര് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, കള്ളനാണെന്നും ഒക്കെ പറഞ്ഞു. ഭഗവാൻ ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. പക്ഷേ ഭഗവാനെ നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിക്കുവാണെങ്കിൽ, കോന് കഹത്തേഹേ ഭഗവാൻ ആത്തേ നഹി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലേ? പ്രഭുജിക്ക് ആ പാട്ടറിയാലോ അല്ലെ? കോന് കഹത്തേഹേ ഭഗവാൻ ആത്തേ നഹി ഭക്ത മീരോങ്കെ ജൈസെ ബുലാത്തേ നഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ അതേപോലെ വിളിക്കണം.
അല്ലെ? ഭഗവാനെ യശോദമായി ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളുടെ അടുത്ത് വരും. നമുക്ക് ആ ഒരു ഭാവം വേണം അല്ലേ? അതുപോലെ തന്നെ ഭഗവാനെ ഉറക്കണമെങ്കിൽ യശോദമായി ഉറക്കുവാണെങ്കിൽ ഉറങ്ങും. ആ രീതിയിൽ ഭഗവാനെ നമുക്ക് ഉറക്കാൻ പറ്റും. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമ്മളുടെ കളിക്കൂട്ടുകാരനായിട്ടൊക്കെ വേറെ ഏതെങ്കിലും ഭഗവാന്മാരെ വിളിക്കാൻ പറ്റുമോ? ഇല്ല, സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അവരാരും ആ ഭാവത്തിലല്ല. അപ്പൊ അതുകൊണ്ട് വില്യമംഗലം ടാക്കൂർ ഒരു ഇത് എഴുതിയിരിക്കുകയാണ്, ചൗരാഷ്ടകം. അല്ലെ? ചൗരാഷ്ടകം എന്ന് പറഞ്ഞാൽ ചൗരൻ എന്ന് പറഞ്ഞാൽ ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ. ഇപ്പൊ ചൗരാഷ്ടകം കള്ളനെ പറ്റിയുള്ളതാണ്. വേറെ ഏതെങ്കിലും മഹാദേവൻ കള്ളൻ, ദേവി കള്ളിന്ന് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഇല്ല. They will not accept. They will become angry if you are calling them as a robber or something, right? സോ വില്യമംഗലം ടാക്കൂർ പരമഭക്തനാണ്. അദ്ദേഹം ഒരു കള്ളനെ പറ്റിയുള്ള ഒരു അഷ്ടകം ഇട്ടിരിക്കുക. മഹാകള്ളൻ, സാധാരണ കള്ളനല്ല. എങ്ങനെയാണ്? വ്രജേ പ്രസിദ്ധം നവനീത ചോരം ഗോപാംഗനാനാം ച ദുകൂല ചൗരം അനേക ജന്മാർജിത പാപ ചൗരം ചൗരാഗ്രഗണ്യം ശരണം പ്രപദ്ധി. മുഴുവൻ ഒരു കള്ളനെ പറ്റി പറയാണ് അല്ലെ? ആ കള്ളനെ പറ്റി വർണ്ണിക്കുകയാണ്. എന്താണ്? വ്രജേ പ്രസിദ്ധം, വ്രജയിലൊക്കെ പ്രസിദ്ധമാണ്. എന്താണ്? നവനീത ചോരം. നവനീതം എന്ന് പറഞ്ഞാൽ നറുവെണ്ണ, നറുവെണ്ണ കക്കുന്ന കള്ളനാണെന്ന് വ്രജയിലൊക്കെ പരക്കെ പ്രസിദ്ധമാണ്. പക്ഷെ അദ്ദേഹം വേറെ പലതും കക്കും. ഗോപാംഗനാനാം ച ദുക്കൂല ചൗരം, ഗോപാംഗന്മാരുടെയൊക്കെ വസ്ത്രവും അദ്ദേഹം കട്ടെടുക്കും. പിന്നെ എന്താണ്? ആ കൂടെ തന്നെ അദ്ദേഹം അനേക ജന്മാർജിത പാപചൗരം, അനേക ജന്മങ്ങളായിട്ട് നമ്മളുടെ ഉണ്ടായിരുന്ന പാപങ്ങളെല്ലാം കൂടി അദ്ദേഹം ആ ഒപ്പം തന്നെ മോഷ്ടിച്ചെടുക്കും. അങ്ങനെയുള്ള കള്ളന്മാരുടെ മഹാരാജാവായ ആ കള്ളനെ ഞാൻ പ്രണമിക്കുന്നു. അല്ലെ? ഒരു കള്ളനെ പറ്റി ഒരു അഷ്ടകം എഴുതിയിരിക്കുക. ബാക്കി വായിക്കണ എത്ര രസാന്ന് പറഞ്ഞാൽ മധുരമാണ് അല്ലെ? നമുക്ക് എങ്ങനെ ഒരാളെ പറ്റി നമുക്ക് ഇങ്ങനെ കള്ളൻ എന്ന് വിളിച്ചിട്ട് ഒരാളെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും? അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം വെണ്ണ മോഷ്ടിക്കും അല്ലെ? വെണ്ണക്കള്ളൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വെണ്ണക്കള്ളൻ എന്ന് വിളിക്കുന്നത്? ആ വെണ്ണ എന്ന് പറഞ്ഞ എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? നമ്മളുടെ ഹൃദയത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് അല്ലെ? അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. ആ വെണ്ണ എങ്ങനെയാണ് ഇരിക്കുന്നത്? നല്ല മയമാണ് അല്ലെ? ഉരുകിയ വെളുത്തിരിക്കുക അല്ലേ? നമ്മളുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നത്? കറുത്തിരിക്കുകയാണ്, പാറ പോലെ ഉറച്ചിരിക്കുക, കരിങ്കല്ല് പോലെ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഭഗവാൻ വന്ന് മോഷ്ടിക്കാൻ പറ്റും? ഭഗവാൻ മോഷ്ടിക്കേണ്ടത് അതെന്താണ്? വെളുത്തിരിക്കണം അല്ലെ? വെളുത്ത് വെണ്ണ പോലെ മയമായിട്ടിരിക്കണം, ഉരുകണം അല്ലെ? നമ്മുടെ ഹൃദയം എന്താണ്? ഉരുകണം. ഇറ്റ് ഷുഡ് ബി ലിക്വിഫൈഡ് അല്ലെ? നമ്മള് ഹൃദയം ഉരുകും ഒരിക്കലും. നമ്മൾ നല്ല പാറ പോലെ ഉറച്ചാണ് ഇരിക്കുന്നത്, ഒരിക്കലും നമ്മൾ മയ അല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ മോഷ്ടിക്കാനായിട്ട് നമ്മളുടെ ഹൃദയം എന്തായിരിക്കണം? അത്ര നിർമ്മലമായിരിക്കണം. പിന്നെ അടുത്തെന്താണ്? വസ്ത്രം മോഷ്ടിക്കുക. ഭഗവാൻ ഏത് വസ്ത്രമാണ് നമ്മുടെ മോഷ്ടിക്കുന്നത്? ഭൗതികമായിട്ടുള്ള വസ്ത്രം മോഷ്ടിക്കുന്നു. ഗോപാംഗനമാരുടെ വസ്ത്രം എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത്? ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു അല്ലെ? അവരെ പഠിപ്പിക്കുകയായിരുന്നു ഭഗവാൻ. ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള പ്രായ വ്യത്യാസമാണ്. ഭഗവാൻ ഒരു കുട്ടിയായിരുന്നു. ആൾക്കാരൊക്കെ, ഈ കവികള്, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാരൊക്കെ ഭഗവാൻ വസ്ത്രം മോഷ്ടിച്ചു, സ്ത്രീകളുടെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ഭഗവാൻ അവരുടെ ഭൗതിക വസ്ത്രമാണ് മോഷ്ടിച്ചത്. വാസാംസി ജീർണാനി എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അല്ലേ? ഈ ദേഹി ഒരു ഉടുപ്പ് മാറി മറ്റൊരു ഉടുപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? ഓരോ ശരീരവും വിട്ട് മറ്റൊരു ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭഗവാൻ എന്താണ്? ഈ നമ്മളുടെ മോഷ്ടിക്കുന്ന ഉടുപ്പ് ഏതാണ്? നമ്മളുടെ ഈ ശരീരമാകുന്ന ഉടുപ്പ് അല്ലെ? അതാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ഭഗവാന്, ഈ ആത്മാവിനെ ഭഗവാന്റെ അംശമായ ഭഗവാൻ അങ്ങ് കൊണ്ടുപോവാണ്. അതിനെയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താണ്? അനേക ജന്മാർജിത പാപ ചൗരം, ഒരുപാട് ജന്മങ്ങളായിട്ട് ആർജിച്ച പാപങ്ങൾ ആ ഒപ്പം തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയം കവരുന്നുകൂടെ, ഹൃദയത്തിൽ ഇങ്ങനെ അടിഞ്ഞു കുടിക്കുന്ന പാപങ്ങളെ എല്ലാം കൂടി ഭഗവാൻ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു അല്ലെ? വ്രജയിലൊക്കെ ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവരെല്ലാം ഉറിയില്, വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല വീടുകളിലും വെണ്ണ ഇങ്ങനെ തൂക്കിയിടും ഭഗവാൻ ഒന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ തൂക്കിയിടും. പക്ഷെ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച് ഭഗവാൻ അത് എടുക്കുമെന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ വന്ന് അത് മോഷ്ടിക്കും. അതാണ് ഭഗവാൻ ഭക്തർ ആ ഒരു സമ്മേളനം. പക്ഷെ ഇത് എത്ര പേർക്ക് സാധിക്കാൻ പറ്റും? നമ്മൾ ഹൃദയം വെണ്ണ പോലെ ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വന്ന് നമ്മൾ വെച്ചിരിക്കുന്ന വെണ്ണ മോഷ്ടിക്കാനായിട്ട് വരും. ഉറപ്പാണ്, ഇത് പ്രമാണമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നാമം ജപിച്ച് നമ്മളുടെ ഹൃദയത്തെ വെണ്ണ പോലെ മയപ്പെടുത്തുക. ഇവിടെ ഇരിക്കുന്ന ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു എല്ലാ, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെ?
പാപകർമ്മങ്ങളുടെ റെപ്രസെന്റേഷൻ അതെല്ലാം മാറ്റിയിട്ട് പ്യുവർ വെണ്ണ പോലെ നല്ല ക്ലിയർ ആക്കുക നമ്മുടെ ഹൃദയത്തെ. അപ്പോൾ ഭഗവാൻ വന്നത് മോഷ്ടിക്കും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ആ ഭഗവാൻ മോഷ്ടിക്കാനായിട്ട് പാകത്തിൽ നമ്മൾ ഹൃദയത്തെ മയപ്പെടുത്തി നമ്മൾ ലളിതമാക്കിക്കൊണ്ട് വെക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാകട്ടെ ഇനിയുള്ള തുടക്കം മാതാജിക്കും പ്രഭുവിനും അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ നല്ല ഒരു ഗൈഡൻസ് നൽകി നല്ലൊരു റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് ഇനി എങ്ങനെ കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് ഏത് രീതിയിൽ നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്ത് പോകാം എന്നുള്ളതിന് നല്ലൊരു ഒരു ഒരു ഫ്യൂച്ചർ നല്ലൊരു ഒരു കുറെ ഡിസിഷൻ മേക്കിങ് ഇന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത് നമ്മൾ ഓരോ ബർത്ത്ഡേയ്സും അങ്ങനെ പോകാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. വാഞ്ചാകൽപത രൂപശ്ച കൃപാസന്ധി ഭേവിച്ച പതിതന്നെ പാവനിപ്പു വൈഷ്ണവ നമ ആനന്ദകൂടി വൈഷ്ണവ കി ജായ്.